ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ വെനസ്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. ലേഡീസ് ഒള്ളിയാണ് കേട്ടോ. ആൽപ്പറ്റയിൽ ബാൻഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങളവിടെ ആൽപ്പറ്റയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ബാൻഫിൽ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഒരു യാത്രയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ രാവിലെ 7 o'clock പോവേണ്ടത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് താഴെ വന്നപ്പോൾ നമ്മുടെ ഓറിയോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും അവന് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവന് ട്രീറ്റ് കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അതൊരു നമ്മുടെ മിഠായി പോലെ ഇരിക്കും കേട്ടോ. കുറച്ച് മധുരമാണ്, അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരുപാട് കൊടുത്തുവിടാം. അപ്പോൾ ദിവസം ഒരു ചെറിയ 3 ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. എത്ര കൊടുത്താലും പിന്നെ ഓടി വരും അത് കഴിക്കാൻ വേണ്ടി. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവനത് വേണം കേട്ടോ. പക്ഷെ ഞാനിത് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇത് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവനത് കൊടുത്തിട്ട് പോവാം. അങ്ങനെ അവനും അതൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ സമയമായി ഇനി ഇറങ്ങണം. അപ്പോൾ ഇവിടുന്ന് നേരെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ അവിടെ ലേഖ വരും. അപ്പോൾ ലേഖയും ഞാനും സിസ്റ്ററും. അപ്പോൾ എൻ്റെ മോളാണ് ഡ്രോപ്പ് ചെയ്യുന്ന എയർപോർട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ബാക്ക് പാക്ക് ട്രിപ്പാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്യാരി ബാഗ് എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ബാക്ക് പാക്കാണ് അലൗഡ്. പിന്നെ എങ്കിലും നമ്മൾ ഒരു പെട്ടി പേ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരെയും ക്ലോത്തും ഇടാൻ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി സ്നാക്ക്. ഞാൻ നെയ്യപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനങ്ങ് ആ മാവ് തന്നെ ഉണ്ണിയപ്പം പോലെ ആക്കി. ഇത് കുറച്ച് എക്സ്ട്രാ ക്ലോത്താണ് ഒരു പെട്ടിയിലിടാൻ. അപ്പോൾ ഒരു പെട്ടി പേ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 7 പേർക്കും ഉള്ള സാധനങ്ങൾ ഒരു പെട്ടിയിലാക്കാമെന്ന്. അത് എയർപോർട്ടിൽ വരുമ്പോഴാണ് ഇടുന്നത്. അങ്ങനെ ഇപ്പോൾ സമയമായി, ഞാൻ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന്. സിസ്റ്ററിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ ലേഖയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരെയും വർഷമാണ് എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെയാണ് ഇറങ്ങിയത്. 11 o'clock ഫ്ലൈറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീക്ക് ഡേയ്സ് ആണ്. അപ്പോൾ വീക്ക് ഡേയ്സ് ആകുമ്പോഴത്തേക്കും റോഡിൽ ഭയങ്കര റഷാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അങ്ങ് എത്തത്തില്ല. അങ്ങനെ ഞങ്ങളിപ്പം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനെ കൂടെ നോക്കി ഇരിക്കുകയാണ്. അവരൂടെ വന്നിട്ട് വേണം പോകേണ്ടത്. അങ്ങനെ എല്ലാവരും ദേ ഇവിടെ എത്താറായി എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ബാഗെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവരെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എത്തിയെന്ന് പറഞ്ഞുള്ള കോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പേര് എത്തിയിട്ടുണ്ട്. അതായത് ഷേബയാണ് ഇത് ആദ്യം വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ലാലിയുടെ ബാക്കിൽ താര. അങ്ങനെ 3 പേരും എത്തി. കാരണം ഷേബയും താരയും ഇന്നലെ തന്നെ ലാലിയുടെ വീട്ടിൽ നൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സ്ലീപ്പ് ഓവറായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴും ഞങ്ങൾ 6 പേരായി. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. പിന്നെ ലാലി വന്നപ്പോഴത്തേക്കും കുറച്ച് സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് വിശപ്പ് തുടങ്ങും. അപ്പോൾ അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. അപ്പോൾ ലാലി കുറച്ച് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആളെത്തി, എലിസബത്ത് എത്തി. അങ്ങനെ എലിസബത്തിനും സാൻഡ്വിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും അവരവരുടെ ടിക്കറ്റെല്ലാം എടുത്ത് സീറ്റ് എവിടെയൊക്കെയാണെന്നൊക്കെ നോക്കിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത് വെസ്റ്റ് ജെറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 3.5 hours ആണ്. ചിലപ്പോൾ ഒരു 4 hours എടുക്കും. അതിന് മുമ്പ് എത്തും. 4 hours എടുക്കില്ല. അതിന് മുമ്പിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ നടക്കുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പെട്ടിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെട്ടി ഞങ്ങൾ പേ ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ 7 പേർക്കും ബാക്ക് പാക്കിലെല്ലാം കൊള്ളത്തില്ല. അപ്പോൾ 7 പേരുടെയും സാധനം ഒരു പെട്ടിയിൽ നമുക്ക് പേ ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പെട്ടി എടുത്താൽ മതിയല്ലോ, പേ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ലോഞ്ചിൽ വന്ന് ഇരിക്കുകയാണ് ഇപ്പുറത്ത്. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വാഷ്റൂമിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ പോവാം. അങ്ങനെ ഓരോരുത്തർ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുകയാണ്. കാരണം ഈ ലേഡീസ് ട്രിപ്പ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തീർത്തിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഞാനും പിന്നെ ഒന്ന് വാഷ്റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. പോയി. എത്ര നമ്മൾ ഈ പെട്ടെന്ന്
എന്താ ഒരു യാത്ര പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സർവ്വ കാര്യങ്ങളും തീർത്ത് വെച്ച് കുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ 4 ദിവസം ഒരു റിലാക്സേഷനാണ് കേട്ടോ ഈ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലതാണ്. ഈ തിക്കും തിരക്കും ജോലിയുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾ ടാക്സി എടുത്ത് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോകും. അപ്പോൾ 3 hours ആയിരുന്നു ഫ്ലൈറ്റിൻ്റെ ജേണി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഷട്ടിൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേ അങ്ങോട്ട് നടന്നു പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. കാരണം ഒരു 20 minutes എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഹോട്ടൽക്കാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടാക്കും. അപ്പോൾ അത് ഈസി ആയതുകൊണ്ട് ഞങ്ങൾ ആ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ ലഗേജൊക്കെ വെച്ചിട്ട് ഒരു കോഫി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ടിം ഹോട്ടൽസിലോട്ട് ഞങ്ങൾ വരെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്ന് കുറച്ച് കോഫിയും എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടിരിക്കാം. അപ്പോഴത്തേക്കും അവർ വരുമെന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെ ഞങ്ങൾ കാത്തിരിക്കാൻ. അപ്പം അവർ അയച്ചത് ഒരു ചെറിയൊരു ടെമ്പോ വാൻ പോലെ ഉള്ള ഒരു വണ്ടിയാണ്. ഞങ്ങൾ മാത്രമല്ലായിരുന്നു അതിൽ വേറെയും ഒരു 5 പേരും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും അതേ ഹോട്ടലിലേക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഇവിടെ. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഒരു 20 minutes എടുത്തു അത് വണ്ടി വരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബാഗും അപ്പോൾ ഇത് ഇത്രയും ലഗേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്ക് ക്യാരി ചെയ്യാം ഇവിടെ ഫ്ലൈറ്റിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. സാധാരണ അങ്ങനെ കയ്യിൽ വെക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നെയ്യപ്പമൊക്കെ ചുട്ടത് കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ എല്ലാവരും കുറച്ച് സ്നാക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ റൂമിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കൊന്ന് കഴിക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ കോഫി എടുത്തിട്ട് ഇത് കഴിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് എല്ലാവരും കുറേ കഴിക്കുന്ന സ്നാക്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാ ദിവസവും പുറത്ത് പോയി വാങ്ങിക്കണ്ടല്ലോ രാവിലെ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് റെസ്റ്റോറൻറ്റ്, പക്ഷേ നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി വേണം കഴിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ കോഫി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്ക് കയ്യിലുണ്ടെങ്കിൽ കഴിക്കാമെന്നുള്ള ഐഡിയ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും സ്നാക്കുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ ഞാൻ നെയ്യപ്പം ചുട്ടു, പിന്നെ കുഴലപ്പം, കേക്ക്, പിന്നെ എന്താ ഇങ്ങനെ നാൻ പോലത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നിന്നു. കാരണം അവർ പറഞ്ഞ് വണ്ടി വരാറായി എന്ന് പറഞ്ഞു. അപ്പോഴവിടെ എൻക്വയറി ഉണ്ട്, നമുക്ക് ചോദിക്കാം എയർപോർട്ടിനകത്ത് തന്നെ. അപ്പോൾ അവർ പറഞ്ഞു എത്താറായെന്ന്. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി വെയിറ്റ് ചെയ്യുകയാണ് വെളിയിൽ നമ്മളെ ഷട്ടിലിനായിട്ട്. അപ്പോൾ വലിയ യാത്രയൊന്നും വലിയ പാടില്ലായിരുന്നു. ഒരു 3.5 hours എടുത്തോളൂ കേട്ടോ. പെട്ടെന്ന് എത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഒരു ചെറിയൊരു ടെമ്പോ ട്രാവലർ അതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ കയറി. സുഖയാത്രയായിരുന്നു അങ്ങനെ. പക്ഷേ ഇതിന്ന് നമ്മൾ ഹോട്ടലിലോട്ട് 2 hours ഉണ്ട് കേട്ടോ. അത്രയും ദൂരമുണ്ട്. ഇവിടുന്ന് ബാൻഫിലോട്ട് പോകുന്നത്. ബാൻഫിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ. അപ്പോൾ 2 മണിക്കൂറുണ്ട്. അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം വെക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കാറിൽ പോയപ്പോൾ ഈ വാനിൽ ഇതിൽ പോകുന്ന ഈ വഴിയിലുള്ള കാഴ്ച എല്ലാം മൗണ്ടൻസ് ആണ് കേട്ടോ. അതൊന്ന് കാണേണ്ടതാണ് കേട്ടോ. ഈ വശം നോക്കണോ ഇപ്പുറം നോക്കണോ അവിടെ നോക്കണമെന്നൊന്നും അറിയത്തില്ല. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ മൗണ്ടൻസ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴേ ഇപ്പം ഇത് വീഡിയോയിൽ എനിക്കറിയത്തില്ല, ഈ വാൻ ഓടുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭംഗി. മലകളെന്ന് വെച്ചാൽ അത് പല പൊക്കത്തിലും ചെറുതും വലുതുമായ മലകളും പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ പോണ്ടുകളും എല്ലാം ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ നമ്മുടെ കൈലാസം പോലെയൊക്കെ മുകളിലൊക്കെ സ്നോ വീണൊക്കെ കിടന്നു. ഇവിടെ ഇച്ചിരി സ്നോ കൂടുതലാണ് കേട്ടോ ഈ ആൽബർട്ടയിൽ. പക്ഷേ ഇതിപ്പോൾ ജൂൺ ആണെങ്കിൽ കൂടി തന്നെ കുറച്ച് തണുപ്പ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഒരു തണുപ്പുണ്ടായിരുന്നു. ഇവിടെ പൊതുവേ സ്നോയും തണുപ്പും ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ് ആൽബർട്ട. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അപ്പോൾ റോഡിൻ്റെ ഇപ്പുറത്തെ വശത്താണ് നമ്മളെ ഇറക്കിയത്. അപ്പോൾ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇതേ അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ഇതാണ് ഹോട്ടൽ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ കണ്ടോ, എല്ലാ ഹോട്ടലിൻ്റെ പേര് ഓട്ടർ എന്നാണ് കേട്ടോ. അത് പക്ഷേ എല്ലാ ഹോട്ടലുകളും തടി വെച്ചുണ്ടാക്കിയതാണ്. ഇവിടെ ഫുള്ളും പൈൻ മരങ്ങളാണ് കേട്ടോ ഉള്ളത്.
അങ്ങനെ പൈൻ മരങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം തടി കൊണ്ടുള്ള വർക്കാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുകയാണ് ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാവരും വന്ന് ഓരോരുത്തരായിട്ട് ചെക്ക് ഇൻ ചെയ്യുന്നു. അതെല്ലാം ചെയ്ത് ഞങ്ങൾ 2 മുറിയിലായിട്ടാണ് കേട്ടോ. അങ്ങനെ വന്ന് പുറത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇത് റൂമിൻ്റെ ബാക്കിലാണ് കേട്ടോ, ബാക്ക് സൈഡിലാണ്. അവിടെ വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്തോ ചെയ്തു, ചുമ്മാതെ ഡൗൺ ടൗണൊക്കെ ഒന്ന്. അപ്പം നമ്മൾ ഡൗൺ ടൗണിൻ്റെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തത്. അപ്പം ഞങ്ങൾ നടന്ന് ഡൗൺ ടൗൺ കാണാൻ പോവുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു ഇതേ കണ്ടോ ഡൗൺ ടൗൺ. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ നടന്നപ്പോൾ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഡൗൺ ടൗൺ നടന്നു. പിന്നെ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയായിരുന്നു. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് നമുക്കൊരു മലയാളി റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടു, സൈക്കാന്ന് പറഞ്ഞ്. നല്ല രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മറക്കണ്ട, സൈക്കാന്നാണ് പേര് കേട്ടോ. അങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റും ഒക്കെ കണ്ടുവച്ചു. അങ്ങനെ നമുക്കിനിയിപ്പം 2 ദിവസമൊക്കെ ഫുഡ് കഴിക്കണ്ടേ. അങ്ങനെ നമ്മളിത് ഇവിടെ എല്ലാം ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ മൗണ്ടൻസാണ് കേട്ടോ. ഈ എല്ലാ ബിൽഡിങ്ങിൻ്റെയും ബാക്ക് സൈഡിൽ ഒക്കെ ഇങ്ങനെ വലിയ വലിയ മൗണ്ടൻസ്. അപ്പം മലകളുടെ ഇടയിലുള്ള ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, എല്ലാം ഷോപ്പിംഗ് ഷോപ്പുകളാണ് കേട്ടോ. നമുക്ക് എന്തോ വേണമെങ്കിലും കയറി വാങ്ങിക്കാം. ഇവിടുത്തെ ഡൗൺ ടൗൺ സൂപ്പറായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തി. ഇത് അകത്തെ ഫയർ പ്ലേസാണ്. അപ്പോൾ അവിടെ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഫയർ പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ആ ഹോട്ടലൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഫ്രണ്ടും ലൈറ്റും എല്ലാം കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.